ഹായ് എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ +1 മാത്തമാറ്റിക്സിലെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ റിവിഷൻ ചെയ്യാൻ പോകുന്നത്. +1 എല്ലാ ചാപ്റ്റേഴ്സും എടുത്തു കഴിഞ്ഞാൽ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചാപ്റ്റേഴ്സുകളിലൊന്നാണ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ഇതിലാദ്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ലിമിറ്റ്സ് എന്നുള്ളതാണ്. സോ നമുക്ക് ആദ്യം ലിമിറ്റ്സ് എന്താണെന്ന് പഠിക്കാം. അതിന് വേണ്ടിയിട്ട് ലെറ്റ്സ് ടേക്ക് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എടുക്കുക. ഈ ഫംഗ്ഷനിൽ എക്സിൻ്റെ വാല്യൂ ഒരു പെർട്ടിക്കുലർ പോയിന്റിലോട്ട് വരുമ്പോൾ, അതായത് എക്സ് ടെൻസ് ടു എ എന്ന് പറഞ്ഞ പോയിന്റിലോട്ട് വരുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഏത് പോയിന്റിലോട്ട് വരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പോൾ ആ എഫ് ഓഫ് എക്സ് ഏത് പോയിന്റിലോട്ടാണോ വരുന്നത് അതിനെയാണ് നമ്മളതിൻ്റെ ലിമിറ്റ് എന്ന് പറയാം. അതായത് എക്സ് എന്ന് പറയുന്നത് 1 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് വരുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 10ലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 10 എന്ന് പറയുന്നതാണ് ആ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്ന് പറയാം നമുക്ക്. ഇപ്പോൾ ഈ പറഞ്ഞ ഈ കാര്യം തന്നെ നമുക്ക് ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ, എക്സ് ഏത് പോയിന്റിലേക്ക് വരണമെന്ന് എഴുതിയിട്ട് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കിട്ടുന്ന ആൻസർ എൽ. നമ്മൾ ലിമിറ്റിനെ എൽ എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യാം. ഇപ്പോൾ ലിമിറ്റിന് തന്നെ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഈ ഒരു റെപ്രസെൻറ്റേഷൻ ഒന്ന് എഴുതി നോക്കാം. അതായത് ഇപ്പോൾ ഞാനൊരു ഫംഗ്ഷൻ എടുക്കുകയാണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ എടുക്കുകയാണ്. ഈ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിൽ എക്സിൻ്റെ വാല്യൂ 2ൻ്റെ അടുത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് എക്സ് ടെൻസ് ടു 2 ആണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഏത് പോയിന്റിലോട്ട് വരുമെന്ന് നോക്കാം. അതായത് 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ ഏകദേശം 4ൻ്റെ അടുത്തേക്കായിട്ടാണ് വരിക. അപ്പോൾ എക്സ് സ്ക്വയർ ടെൻസ് ടു 4 എന്ന് നമുക്ക് എഴുതാം. ഇത് നമുക്ക് ലിമിറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ വെച്ച് ഇങ്ങനെ എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇതുപോലെ ഒരു ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ലിമിറ്റും അതുപോലെ തന്നെ ഫംഗ്ഷൻ്റെ റൈറ്റ് ലിമിറ്റും കാണുക. അങ്ങനെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈ 2 ലിമിറ്റും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ മാത്രമാണ് ഫംഗ്ഷൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറയാം. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. അതായത് ലെഫ്റ്റ് ലിമിറ്റ് നമുക്ക് എങ്ങനെ കാണാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് എന്നുള്ളതാണ് ലെഫ്റ്റ് ലിമിറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സിനോട് ഈക്വൽ ആയിരിക്കണം. എ മൈനസ് ആകുമ്പോൾ ലെഫ്റ്റ് ലിമിറ്റും എ പ്ലസ് ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് ലിമിറ്റും. ഈ 2 ലിമിറ്റും ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഇതിലേതെങ്കിലും ഒന്ന് ഈക്വൽ അല്ലെങ്കിൽ നമുക്ക് പറയാം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം. ഇനി ഇതിൽ അടുത്തതായി അറിഞ്ഞിരിക്കേണ്ടതാണ് ആൾജിബ്ര ഓഫ് ലിമിറ്റ്സ്. ഇതിൽ ഫസ്റ്റ് പറയുന്നതാണ് ലിമിറ്റ് ഓഫ് സം ഓഫ് 2 ഫംഗ്ഷൻസ്. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ് എന്ന് എഴുതാം. അതായത് 2 ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് 2നും സെപ്പറേറ്റ് ലിമിറ്റ് കൊടുത്തിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇനി അതിൽ രണ്ടാമത് വരുന്നതാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് സബ്ട്രാക്ഷൻ വരുന്ന കേസിൽ. അവിടെ നമുക്ക് അതേപോലെ തന്നെ 2 ഫംഗ്ഷനും സെപ്പറേറ്റ് ലിമിറ്റ് കൊടുത്തിട്ട് ഇതുപോലെ എഴുതാൻ പറ്റും. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് എഴുതാൻ പറ്റും. ഇനി മൂന്നാമത് വരുന്നതാണ് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഇക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ്. ഇനി അതിൽ നാലാമത് വരുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ്. ഇതുപോലെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെപ്പറേറ്റ് ലിമിറ്റ് കൊടുത്തിട്ട് കണ്ടുപിടിക്കാം. അഞ്ചാമതാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ്. ഒരു കോൺസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റൻറ്റിനെ ഔട്ട് സൈഡ് എടുത്തിട്ട്, അതായത് കോൺസ്റ്റൻറ്റിന് ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഒപ്പമുള്ള ഫംഗ്ഷന് മാത്രം ലിമിറ്റ് കണ്ടാൽ മതി. അപ്പോൾ ലാംഡ ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. ലിമിറ്റ് കാണുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിട്ട് ചെയ്യാം. ഇനി ഇതുപോലെ ലിമിറ്റ് പോളിനോമിയൽ ഫംഗ്ഷൻ്റെ കേസിൽ എങ്ങനെ കൊടുക്കണമെന്ന് നോക്കാം. അതായത് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് പ്ലസ് എ 1 എക്സ് പ്ലസ് എ 2 എക്സ് സ്ക്വയർ പ്ലസ് എ 3 എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര എ എൻ എക്സ് റേസ് ടു എൻ എന്നാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ എങ്ങനെ വരുന്നു നോക്കാം. അതായത് ഈ ഒരു ഫംഗ്ഷന് എക്സിൻ്റെ പ്ലേസിൽ നമ്മൾ എന്ത് ചെയ്യുക, എ എന്ന് പറഞ്ഞ പോയിന്റിലോട്ടാണ് ടെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എക്സിന് നമ്മൾ എ എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തു നോക്കുക. അതായത് ഈ ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് പ്ലസ് എ 1 ഇൻറ്റു എ എന്ന് വരും പ്ലസ് എ 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ 3 ഇൻറ്റു എ ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് ടേം എ എൻ ഇൻറ്റു എ റേസ് ടു എൻ എന്ന് വരും. അതായത് ഈ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിൽ ഇപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ എ ആയിട്ടാണ് കിടക്കുന്നത്. അതായത് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എ എന്ന് പറഞ്ഞിട്ട് എഴുതാം. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇനി അടുത്ത് നോക്കുന്നത് റാഷണൽ ഫംഗ്ഷൻസ് ആണ്. റാഷണൽ ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ബൈ എച്ച് ഓഫ് എക്സ് എന്നുള്ള ഫോമിലുള്ള ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻസിൻ്റെ കേസിൽ ലിമിറ്റ് കൊടുത്താൽ എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ
എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇവിടെ ആർ എച്ച് എസിൽ ഫ്രാക്ഷനാണ്, അപ്പോൾ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും സെപ്പറേറ്റ് ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ജി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എച്ച് ഓഫ് എക്സ് എന്ന് എഴുതാം. ഇനി നമ്മൾ തൊട്ട് മുന്നിൽ കണ്ടതുപോലെ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എച്ച് ഓഫ് എക്സും ജി ഓഫ് എക്സും പോളിനോമിയൽ ഫംഗ്ഷൻ ആണല്ലോ. അപ്പോൾ നമ്മൾ പോളിനോമിയൽ ഫംഗ്ഷന് എക്സിൻ്റെ പ്ലേസിൽ എ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ജി ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എച്ച് ഓഫ് എ എന്ന് എഴുതാം. അതായത് എക്സിൻ്റെ പ്ലേസിൽ ജസ്റ്റ് എ കൊടുത്താൽ മതി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോൾ നമ്മൾ ഈ ആൻസറൊക്കെ കണ്ടുവരുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 0/0 എന്നുള്ള ഫോമിൽ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ 0/0 ഫോം എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അത് ഈക്വൽ ടു 0 എന്നോ നോട്ട് ഡിഫൈൻഡ് എന്നോ ഒന്നും എഴുതി വെക്കരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ തന്ന ഫംഗ്ഷന് എന്ത് ചെയ്യും, ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാം. എന്നിട്ട് സിംപ്ലസ്റ്റ് ഫോമിൽ വേണം ലിമിറ്റിന് വാല്യൂ കൊടുക്കാൻ. അപ്പം നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ആൻസർ കിട്ടും. ഈ 0/0 എന്നുള്ള ഫോമിന് നമ്മൾ ഇൻഡിറ്റർമിനന്റ് ഫോം എന്നാണ് പറയുക. അതേപോലെ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി, 0/0 ഇതൊക്കെ ഇൻഡിറ്റർമിനന്റ് ഫോംസ് ആണ്. ഇതൊന്നും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. 0/0 ക്യാൻസൽ ചെയ്ത് കളയുക, അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി അതൊന്നും ക്യാൻസൽ ചെയ്തൊന്നും കളയരുത്. അതുപോലെ 0 എന്നോ നോട്ട് ഡിഫൈൻഡ് എന്നോ ഒന്നും എഴുതി വെച്ചേക്കരുത്. ഇൻഡിറ്റർമിനന്റ് ഫോം ആണെന്നുണ്ടെങ്കിൽ തന്ന ഫ്രാക്ഷനെ റെഡ്യൂസ് ചെയ്തിട്ട് സിംപ്ലസ്റ്റ് ഫോമിലാക്കിയതിന് ശേഷം മാത്രം ലിമിറ്റ് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടും. ഇനി ഈ ലിമിറ്റിൻ്റെ സെക്ഷനിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 x square plus 1 divided by x plus 100. ഇപ്പോൾ ഇതൊരു റാഷണൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് ജസ്റ്റ് എക്സിൻ്റെ വാല്യൂ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കൊടുത്താൽ മതി. ഇപ്പോൾ എക്സ്റ്റെൻസ് ടു 1 ആയതുകൊണ്ട് നമ്മളിവിടെ എന്തെന്ന് കൊടുക്കുക, 1 square പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ 1 + 100 എന്ന് വരും. ഈക്വൽ ടു 1 square plus 1 എന്ന് പറയുമ്പോൾ നമുക്ക് 2 എന്ന് വരും. 2 ഡിവൈഡഡ് ബൈ 100 + 1 എന്ന് പറയുമ്പോൾ 101 എന്ന് വരും. അപ്പോൾ ആൻസർ കിട്ടി. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റായിട്ട് കിട്ടുന്ന ആൻസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3x square plus 1. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, എക്സ്റ്റെൻസ് ടു 3 ആയതുകൊണ്ട് 3 എന്ന് എക്സിന് കൊടുക്കുക. സോ 3 square plus 1 എന്ന് വരും. 3 square plus 1 എന്ന് പറയുമ്പോൾ 9 + 1 എന്ന് പറയുമ്പോൾ 10 എന്ന് വരും. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 sin x plus cos x. ഇപ്പോൾ എക്സിന് 0 എന്ന് കൊടുക്കുമ്പോൾ sin x എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം sin 0 എന്ന് എഴുതാം, പ്ലസ് cos 0 എന്ന് എഴുതാം. sin 0ൻ്റെ വാല്യൂ cos 0ൻ്റെ വാല്യൂ നമുക്കറിയാം. sin 0 എന്ന് പറയുമ്പോൾ 0 പ്ലസ് cos 0 എന്ന് പറയുമ്പോൾ 1. സോ ഈക്വൽ ടു 1 എന്ന് എഴുതാം. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 4x + 3 ഡിവൈഡഡ് ബൈ x - 2. ഇവിടെ എക്സിന് 4 എന്നുള്ള വാല്യൂ കൊടുക്കുക. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 × 4 എന്ന് പറയുമ്പോൾ 16 + 3 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ x - 2. സോ 4 - 2 എന്ന് എഴുതാം. ഈക്വൽ ടു 16 + 3 എന്ന് പറയുമ്പോൾ 19 ഡിവൈഡഡ് ബൈ 2 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഇതൊക്കെ ഡയറക്റ്റായിട്ട് ലിമിറ്റിൻ്റെ ആൻസർ കാണാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2x³ - 4x² + 4x ഡിവൈഡഡ് ബൈ x² - 4. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 എന്നാണ്. അപ്പോൾ നമ്മൾ എക്സിന് 2 എന്ന് കൊടുത്ത് നോക്കും. സോ 2 എന്ന് കൊടുത്ത് നോക്കിയാൽ ഇവിടെ വരെ 2³ - 4 × 2² എന്ന് പറയുമ്പോൾ 4 × 4 എന്ന് വരും, പ്ലസ് 4 × 2 എന്ന് പറയുമ്പോൾ 8 വരും, ഡിവൈഡഡ് ബൈ 2x² - 4 എന്ന് പറയുമ്പോൾ 2² - 4 4 - 4 എന്ന് വരും. 2³ 8 + 8 16 - 16 എന്ന് പറയുമ്പോൾ ന്യൂമറേറ്റർ 0 വരും, ഡിവൈഡഡ് ബൈ 4 - 4 എന്ന് പറയുമ്പോഴും 0 വന്നു. അപ്പോൾ ഈ കിടക്കുന്നത് ഇൻഡിറ്റർമിനൻറ്റ് ഫോം ആയിട്ട് എന്നാണ് പറയുക, ഇതിന് ഇൻഡിറ്റർമിനൻറ്റ് ഫോം. അപ്പോൾ ഇത് 0 0 രണ്ടും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 0. അപ്പോൾ നമ്മൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയുക, അങ്ങനെയൊന്നും ചെയ്യരുത്. അതുപോലെ അൺഡിഫൈൻഡ് ഒന്നും എഴുതരുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 ഇതുപോലെ വാല്യൂസ് കൊടുത്തിട്ട് 0/0 എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ട് സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ആക്കുക. അതിനുശേഷം ലിമിറ്റ് ഒന്നും കൂടി കൊടുക്കുക. അപ്പം നമുക്കിതിനെ എങ്ങനെ സിംപ്ലസ്റ്റ് ആക്കാൻ നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2, ന്യൂമറേറ്ററിൽ എല്ലായിടത്തും എക്സ് എന്ന് പറയുന്നത് കോമൺ ആണ്. അപ്പം നമുക്ക് എക്സ് ഔട്ട് സൈഡ് എടുക്കാം. x × x² - 4x പ്ലസ് ലാസ്റ്റ് ടേമിൽ നിന്ന് എക്സ് എടുത്താൽ +4 എന്ന് വരും, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന് നമുക്ക് x - 2 × x + 2 എന്ന് എഴുതാം. a² - b² എന്നുള്ള ഇക്വേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2. ലിമിറ്റ് അങ്ങനെ തന്നെ എഴുതി. ഇതൊന്നും കൂടി നോക്കുക. x × x² - 4x + 4 എന്നാണ് ന്യൂമറേറ്റർ. അപ്പോൾ അതിനെ നമുക്ക് x - 2 2 എന്ന് എഴുതാം. a - b2 എന്നുള്ള ഇക്വേഷൻ. x - 2 2 ഡിവൈഡഡ് ബൈ x - 2 × x + 2. ഇപ്പോൾ ഇതിൽ കോമൺ ടേംസ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കാണാം. ഇപ്പോൾ ഇവിടെ സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു x - 2 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2. ലിമിറ്റ് അങ്ങനെ തന്നെ എഴുതി. ബാക്കി വരുന്ന ടേം x × x - 2 ഡിവൈഡഡ് ബൈ x + 2. ഇനി കോമൺ ടേംസ് ഒന്നുമില്ല. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക, ഈ എക്സ്റ്റെൻസ് ടു 2 എന്നുള്ള x = 2 എന്നുള്ള വാല്യൂ നമ്മളവിടെ കൊടുക്കുക. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 2 - 2 എന്ന് പറയുമ്പോൾ ഇവിടെ 0 വരും, ഡിവൈഡഡ് ബൈ 2 + 2 എന്ന് പറയുമ്പോൾ 4 വരും, ഈക്വൽ ടു
2 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0/4 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 0/4 എന്ന് പറഞ്ഞാൽ 0 എന്ന് നമുക്ക് ആൻസർ എഴുതാം. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാറുണ്ട്. ഇൻഡിറ്റർമിനൻറ്റ് ഫോം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ നമ്മൾ 0/0 എന്നൊക്കെ ചില കുട്ടികൾ എഴുതി വെക്കും. പക്ഷേ അങ്ങനെ എഴുതി വെക്കരുത്. ക്യാൻസൽ ചെയ്ത് റെഡ്യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ ലിമിറ്റ് കൊടുത്തിട്ട് കണ്ടുപിടിക്കാം. അടുത്തതായി ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറമാണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഈക്വൽ ടു എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1. ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എക്സ് റേസ് ടു 15 മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 10 മൈനസ് 1. ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 ആണ്. അപ്പോൾ എയുടെ പ്ലേസിൽ കിടക്കുന്നത് 1 ആണ്. അതുപോലെ എൻ ഈക്വൽ ടു എത്രയാണെന്ന് നോക്കുക. എൻ ഈക്വൽ ടു 15 ആണ്. പക്ഷേ ഡിനോമിനേറ്ററിൽ എക്സ് മൈനസ് എ ആണ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 10 മൈനസ് 1 ആണ്. വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഡിനോമിനേറ്ററും ഇതുപോലെ ആക്കണം. ഈ ഇക്വേഷൻ പോലെ എക്സ് മൈനസ് എ എന്ന് ഡിനോമിനേറ്ററിൽ വരുത്തണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക, എക്സ് മൈനസ് എ എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അതിന് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എക്സ് റേസ് ടു 15 മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ അതുപോലെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എക്സ് റേസ് ടു 10 മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 എന്ന് എഴുതാം. ഇപ്പോൾ താഴെ മുകളിലും ഞാൻ എക്സ് മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇപ്പോൾ എനിക്ക് ഈ ഇക്വേഷൻ്റെ ഫോമിലായി. ഇനി എന്ത് ചെയ്യുക, അപ്പോൾ ഈ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെപ്പറേറ്റ് ആക്കിയിട്ട് ലിമിറ്റ് കൊടുത്തിട്ട് എഴുതാം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 ന്യൂമറേറ്റർ ഒന്ന് സെപ്പറേറ്റ് ആക്കിയാൽ എക്സ് റേസ് ടു 15 മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ താഴെ ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റേസ് ടു 10 മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1. ഇപ്പോൾ ഞാനിവിടെ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും സെപ്പറേറ്റ് ലിമിറ്റ് കൊടുത്തു. ഇപ്പോൾ ഈ ഒരു ലിമിറ്റ് കിടക്കുന്നത് ഈ ഒരു തിയറത്തിൻ്റെ ഫോമിലാണ്. അപ്പോൾ നമുക്ക് ഈ തിയറത്തിൽ ലാസ്റ്റ് ടേം 1 എന്നാണ് ഇവിടെ. അപ്പോൾ എക്സ് റേസ് ടു എ റേസ് ടു എൻ എന്നാണ് ലാസ്റ്റ് ടേം. അപ്പോൾ 1 റേസ് ടു എൻ എന്ന് പറയുന്നത് 1 തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എന്നാണ്. അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എനെ എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1 എന്ന് എഴുതാം. അപ്പോൾ കമ്പയർ ചെയ്താൽ എൻ എന്ന് പറഞ്ഞാൽ 15 ആണ്. 15 ഇൻറ്റു എയുടെ വാല്യൂ 1 ആണ്. 1 റേസ് ടു 15 മൈനസ് 1 എന്ന് പറയുമ്പോൾ 14 എഴുതാം. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലും അതുപോലെ തന്നെ എൻ ഈക്വൽ ടു 10 ആവും. 10 ഇൻറ്റു 1 റേസ് ടു 10 മൈനസ് 1 എന്ന് പറയുമ്പോൾ 9 വരും. ഈക്വൽ ടു 1 റേസ് ടു 14 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അതുപോലെ 1 റേസ് ടു 9 എന്ന് പറയുമ്പോഴും 1 തന്നെ. അപ്പം നമുക്ക് 15/10 എന്ന് ആൻസർ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 എന്ന് ആൻസർ കിട്ടും. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട് എക്സാമിന്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടും 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടും ഒക്കെ ചോദിക്കാറുണ്ട്. എന്തായാലും തിയറം പഠിച്ചു വയ്ക്കണേ. ഇനി ഇതേ പാറ്റേണിൽ തന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ. ലിമിറ്റ് സെറ്റ് ടെൻസ് ടു 1 സെറ്റ് റേസ് ടു 1/3 മൈനസ് 1 ഡിവൈഡഡ് ബൈ സെറ്റ് റേസ് ടു 1/6 മൈനസ് 1. ഈ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നത് ഈ തിയറത്തിൻ്റെ അതേ ഫോർമാറ്റിലാണ്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ആൻസറും കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുക, ഡിനോമിനേറ്ററിൻ്റെ ടേം എക്സ് മൈനസ് എ എന്നുള്ള രൂപത്തിലോട്ട് മാറ്റാം. അതിന് നമ്മൾ എക്സ് മൈനസ് എ എന്നുള്ള ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യണം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. ഇവിടെ സെറ്റ് ടെൻസ് ടു 1 എന്നാണ്. അപ്പോൾ സെറ്റ് മൈനസ് 1 കൊണ്ട് വേണം നമ്മൾ ഡിവൈഡ് ചെയ്യാൻ. അപ്പോൾ ലിമിറ്റ് സെറ്റ് ടെൻസ് ടു 1 സെറ്റ് റേസ് ടു 1/3 മൈനസ് 1 ഡിവൈഡഡ് ബൈ സെറ്റ് മൈനസ് 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലും ചെയ്യുക 1/6 മൈനസ് 1 ഡിവൈഡഡ് ബൈ സെറ്റ് മൈനസ് 1. അപ്പോൾ താഴെ മുകളിൽ ഞാൻ സെറ്റ് മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എന്ത് ചെയ്യുക, ലിമിറ്റ് രണ്ടിനും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെപ്പറേറ്റ് കൊടുക്കുക. അപ്പോൾ ലിമിറ്റ് സെറ്റ് ടെൻസ് ടു 1 സെറ്റ് റേസ് ടു 1/3 മൈനസ് 1 ഡിവൈഡഡ് ബൈ സെറ്റ് മൈനസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ ലിമിറ്റ് സെറ്റ് ടെൻസ് ടു 1 സെറ്റ് റേസ് ടു 1/6 മൈനസ് 1 ഡിവൈഡഡ് ബൈ സെറ്റ് മൈനസ് 1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ ഈ ഒരു ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കിടക്കുന്നത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ തിയറത്തിൻ്റെ ഫോമിലാണ്. അപ്പോൾ ഇതിൻ്റെ പവർ ഒന്ന് കമ്പയർ ചെയ്യുക. ഇവിടെ 1/3 എന്നാണ്, ഡിനോമിനേറ്റർ ആണെങ്കിൽ 1/6 എന്നാണ്. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 1/3ഉം 1/6ഉം ഇട്ടിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1. അപ്പോൾ ന്യൂമറേറ്റർ എങ്ങനെ എഴുതാം, 1/3 ഇൻറ്റു എ എന്ന് പറയുമ്പോൾ 1 റേസ് ടു എൻ മൈനസ് 1 എന്ന് പറയുമ്പോൾ 1/3 മൈനസ് 1 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററും അങ്ങനെ തന്നെ 1/6 ഇൻറ്റു 1 റേസ് ടു 1/6 മൈനസ് 1 എന്ന് എഴുതാം. 1 ടു ദ പവർ ഏത് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ആൻസർ 1 തന്നെയാണ്. ഇപ്പോൾ ഡിനോമിനേറ്റർ ആണെങ്കിലും അങ്ങനെ തന്നെ. ഇപ്പോൾ ഇത് കാൽക്കുലേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. 1 റേസ് ടു എന്നായതുകൊണ്ട് അതിൻ്റെ ആൻസർ 1 തന്നെയായിട്ടാണ് വരിക. അപ്പോൾ ജസ്റ്റ് മറ്റുള്ള ടേംസ് എഴുതിയാൽ മതി. 1/3 ഡിവൈഡഡ് ബൈ 1/6 ഇൻറ്റു 1 എന്നാണ് വരിക. അപ്പോൾ അത് പിന്നെ എഴുതണ്ട. ഇനി ഇതെന്ന് പറഞ്ഞാൽ 4 സ്റ്റെപ്പാണ്. അപ്പം താഴത്തെ മുകളിലത്തെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, നടുവിലത്തെ രണ്ടെണ്ണം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 6/3 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന ആൻസർ കിട്ടും.
ഇനി ഇതിൽ നല്ലൊരു അടിപൊളി ട്രിക്ക് പറഞ്ഞു തരാം. അപ്പോൾ നേരത്തെ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ. അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 x റേസ് ടു 15 - 1 ബൈ x റേസ് ടു 10 - 1. ഇത് നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇതിന് ആൻസർ നമുക്ക് കിട്ടിയത് 15/10 എന്നാണ്. അതായത് ഇവിടെയുള്ള ഈ രണ്ട് പവർ 15ഉം 10ഉം ആണ് നമ്മളിവിടെ എഴുതുന്നത് അല്ലേ. അത് സിംപ്ലിഫൈ ചെയ്തിട്ടാണ് നമ്മളിവിടെ 3/2 എന്ന് കിട്ടിയത്. അതേ രീതിയിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 x റേസ് ടു n - 1 ബൈ x റേസ് ടു m - 1. ഇതേ രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? n/m എന്ന് എഴുതാം. ഈ പവർ രണ്ടും ഡിവൈഡ് ചെയ്യുക, അത്രേ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ആ ഒരു ട്രിക്ക് നിങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വേഗം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഒന്നും ചെയ്യേണ്ട, രണ്ട് പവർ എടുക്കുക, രണ്ട് പവറും ജസ്റ്റ് ഡിവൈഡ് ചെയ്തിട്ട് ആൻസർ സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 x റേസ് ടു 4 - 81 ഡിവൈഡഡ് ബൈ x - 3. അപ്പോൾ ഈ ക്വസ്റ്റ്യനും നേരത്തെ നമ്മൾ പഠിച്ച തിയറത്തിൻ്റെ ഫോമിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു a x റേസ് ടു n മൈനസ് a റേസ് ടു n ഡിവൈഡഡ് ബൈ x - a എന്നുള്ള ഇക്വേഷൻ ഈക്വൽ ടു n ഇൻറ്റു a റേസ് ടു n - 1. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറമാണ്. തിയറം മറക്കാതെ പഠിക്കുക കേട്ടോ. ഈക്വൽ ടു ഇതെങ്ങനെ എഴുതാം? ലിമിറ്റ് x റേസ് ടു n മൈനസ് a റേസ് ടു n എന്നാണ്. അപ്പം നമുക്കിതിനെ 81നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 റേസ് ടു 4 എന്ന് എഴുതാം. അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 x റേസ് ടു 4 മൈനസ് 81നെ 3 റേസ് ടു 4 എന്ന് എഴുതാം ഡിവൈഡഡ് ബൈ x - 3. അങ്ങനെ തന്നെ ഇതൊന്ന് കമ്പയർ ചെയ്താൽ നമുക്ക് a ഈക്വൽ ടു 3 എന്ന് എഴുതാം. അതേപോലെ 3 റേസ് ടു 4 എന്ന് പറയുമ്പോൾ n എന്ന് പറയുന്നത് 4 എന്ന് എഴുതാം. അപ്പോൾ n ഇൻറ്റു a റേസ് ടു n - 1. അപ്പോൾ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ n ഇൻറ്റു, അപ്പോൾ അതായത് 4 ഇൻറ്റു a റേസ് ടു n - 1. അപ്പോൾ 3 റേസ് ടു 4 - 1. അപ്പോൾ 3 റേസ് ടു 3 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 3 റേസ് ടു 3 എന്ന് പറയുമ്പോൾ 27 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 108 എന്ന് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 x റേസ് ടു 5 - 32 ഡിവൈഡഡ് ബൈ x ക്യൂബ് - 8. അപ്പോൾ ഈ ക്വസ്റ്റ്യനും നേരത്തെ പറഞ്ഞ തിയറത്തിൻ്റെ അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2, ലിമിറ്റൊക്കെ അങ്ങനെ തന്നെ എഴുതാം. ഇപ്പോൾ ഈ ഇക്വേഷൻ തന്നിരിക്കുന്ന റാഷണൽ ഫംഗ്ഷൻ ഒന്ന് നോക്കുക. 32 എന്നാണ്. 32നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 റേസ് ടു 5 എന്ന് എഴുതാം. അതായത് നേരത്തെ നമ്മൾ പഠിച്ചത് x റേസ് ടു n മൈനസ് a റേസ് ടു n ഡിവൈഡഡ് ബൈ x - a എന്നാണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു a. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? n ഇൻറ്റു a റേസ് ടു n - 1 എന്നുള്ള ഫോമിൽ എഴുതാം. ഇവിടെ ഡിനോമിനേറ്റർ എന്താണ് നമ്മൾ എഴുതിയിട്ടുള്ളത്? x - a എന്നാണ് എഴുതിയിട്ടുള്ളത്. അതായത് ഇവിടെ അതേപോലെ x - a, ഇവിടെ a എന്ന് പറഞ്ഞാൽ 2 ആണ്. x - 2 എന്നുള്ളത് ഇവിടെ ഡിനോമിനേറ്ററിൽ വരണം. അതിന് x - 2 കൊണ്ട് താഴെ മുകളിലും ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്ക് x റേസ് ടു 5 മൈനസ് 32നെ 2 റേസ് ടു 5 എന്ന് എഴുതാം ഡിവൈഡഡ് ബൈ x - 2 ഹോൾ ഡിവൈഡഡ് ബൈ x ക്യൂബ് മൈനസ് 8നെ 2 ക്യൂബ് എന്ന് എഴുതാം. 2 ക്യൂബ് ഡിവൈഡഡ് ബൈ x - 2. അപ്പോൾ താഴെ മുകളിലും ഞാൻ x - 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഒരിക്കലും താഴെ മാത്രമായിട്ട് ഡിവൈഡ് ചെയ്യരുത്. ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ മുകളിലും ഇതേപോലെ ചെയ്യാം. ഇനി എന്ത് ചെയ്യുക? ദാറ്റ് ഈസ് ഈക്വൽ ടു താഴെ മുകളിലും ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2. ഈ ന്യൂമറേറ്ററിന് സെപ്പറേറ്റ് ലിമിറ്റ് കൊടുത്തിട്ട് എഴുതാം. അപ്പോൾ ഇങ്ങനെ എഴുതാം: x റേസ് ടു 5 മൈനസ് 2 റേസ് ടു 5 ഡിവൈഡഡ് ബൈ x - 2. ഇനി താഴെ ഡിനോമിനേറ്ററിലും ഇതുപോലെ ലിമിറ്റ് കൊടുത്തിട്ട് എഴുതാം. ഹോൾ ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 x റേസ് ടു 3 മൈനസ് 2 റേസ് ടു 3 ഡിവൈഡഡ് ബൈ x - 2. ഇപ്പോൾ ഇതേ ഒരു രൂപത്തിലായി നമ്മുടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. ഇനി ഇവിടെ a എത്രയാണ് എന്നുള്ളതൊക്കെ ഒന്ന് കമ്പയർ ചെയ്തിട്ട് അതുപോലെ n-ൻ്റെ വാല്യൂ ഒക്കെ ഒന്ന് കമ്പയർ ചെയ്യുക ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. എന്നിട്ട് ഇതേ രൂപത്തിൽ ആൻസർ എഴുതിയാൽ ആൻസറായി. ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 എന്നാണ്. അപ്പോൾ a എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണെന്ന് അറിയാം. അതേപോലെ ന്യൂമറേറ്ററിൽ ഇവിടെ 5 ആണ്. അപ്പോൾ n 5. സോ 5 ഇൻറ്റു a റേസ് ടു, സോ 2 റേസ് ടു 5 - 1 എന്ന് പറയുമ്പോൾ 4 വരും ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററും അതുപോലെ തന്നെ. ഇവിടെ n എന്ന് പറയുന്നത് 3 ആണ്. സോ 3 ഇൻറ്റു a എന്ന് പറയുന്നത് 2n. സോ 2 റേസ് ടു 3 - 1 എന്ന് പറയുമ്പോൾ 2 വരും. ഇനി ഇതൊന്ന് ക്യാൻസൽ ചെയ്താൽ ആൻസറായി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതെങ്ങനെ എഴുതാം? 5/3 ഉണ്ട്. സോ ഈക്വൽ ടു 5/3 ഇൻറ്റു 2 റേസ് ടു 4 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ തന്നെ വരാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5/3 ഇൻറ്റു 2 സ്ക്വയർ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. സോ 5/3 ഇൻറ്റു 4 എന്ന് എഴുതാം. 5 4 എന്ന് പറയുമ്പോൾ 20, 20/3 എന്ന് ആൻസർ കിട്ടും. ഇനി ഇതിൽ തന്നെ പഠിച്ചിരിക്കേണ്ട അടുത്ത ഒരു തിയറമാണ് ഇനി പറയാൻ പോകുന്നത്. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു തിയറമാണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 sin x ബൈ എക്സ് ഇസ് ഈക്വൽ ടു 1. ഇത് ഉപയോഗിച്ചിട്ടുള്ള എക്സാമ്പിൾസൊക്കെ പല തവണയായിട്ട് ചോദിച്ചിട്ടുണ്ട്. സൈൻ എക്സ് വരുന്ന ക്വസ്റ്റ്യൻസ്. രണ്ടാമത്തതാണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 1 മൈനസ് കോസ് എക്സ് ബൈ എക്സ് ഈക്വൽ ടു 0. ഇതും പലപ്പോഴും ചോദിച്ച് കാണാറുണ്ട്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ഇതും ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ ഇതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിഫറെൻറ്റ് ടൈപ്പിൽ വരുന്നത് ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യനാണ്. സൈൻ എക്സ് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുക. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 സൈൻ എ എക്സ് ബൈ സൈൻ ബി എക്സ് വെർ എ ആൻഡ് ബി നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഫസ്റ്റത്തെ തിയറം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്.
ഇവിടെ കിടക്കുന്ന ഈ ഇക്വേഷൻ ഒന്ന് നോക്കുക. ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 തന്നെയാണ്. പിന്നെ സൈൻ എ എക്സ് ബൈ സൈൻ ബി എക്സ് എന്നാണ്. ഇവിടെ സൈൻ എക്സ് ബൈ എക്സ് എന്ന് വന്നെങ്കിലേ നമുക്ക് ഈ ഇക്വേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടെ സൈൻ എ എക്സ് ആയതുകൊണ്ട് ഡിനോമിനേറ്റർ എ എക്സ് വരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ എ എക്സ് എന്നുള്ള ടേം അവിടെ കൊടുക്കണം. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ഇവിടെ ന്യൂമറേറ്ററിൽ സൈൻ എ എക്സ് ആയതുകൊണ്ട് ഞാൻ അവിടെ എ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡഡ് ബൈ എ എക്സ്, അതൊരു എ എക്സ്ട്രാ കൊടുത്തു. അതേപോലെ സൈൻ ബി എക്സ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ഒരു ബിയും എക്സ്ട്രാ കൊടുത്തു. ഇപ്പോൾ ഈ കിടക്കുന്ന ഇക്വേഷൻ്റെ അതേ രൂപത്തിലായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ ഒരു എക്സ്ട്രാ എ എക്സ് ബി എക്സ് ആണ് ഇവിടെ അധികം വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അത് ക്യാൻസൽ ചെയ്ത് കളയാൻ ഒരു എ എക്സ് ബൈ ബി എക്സ്, അതായത് ഒരു എ ബൈ ബി കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. എ എക്സ് ബൈ ബി എക്സ് എന്ന് പറയുമ്പോൾ അത് എക്സ് ക്യാൻസൽ ചെയ്യുമ്പോൾ എ ബൈ ബി മാത്രമാവും. അതുകൊണ്ടാണ് ഞാൻ എ എക്സ് ബൈ ബി എക്സ് എന്ന് കൊടുക്കാതെ എ ബൈ ബി എന്ന് മാത്രം എഴുതിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ലിമിറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആൻസറായി. അപ്പം ഇനി ഒരു കാര്യം കൂടി നോക്കുക, ഇവിടെ എക്സ് ടെൻസ് ടു 0 എന്നാണ്. ഇവിടെ തിയറം എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ആണ്. എന്താണോ നമ്മൾ എക്സ് എടുക്കുന്നത് അതിനാണ് നമ്മൾ 0 കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ സൈൻ എ എക്സ് ആയതുകൊണ്ട് നമ്മൾ ലിമിറ്റിൻ്റെ വാല്യൂ നമ്മൾ അതേപോലെ എ എക്സ് ടെൻസ് ടു 0 എന്ന് കൊടുക്കണം. അതായത് എക്സ് ടെൻസ് ടു 0 ആണെന്നുണ്ടെങ്കിൽ എ എക്സും എന്തിലേക്കാണ് പോവുക, 0ലേക്ക് തന്നെ. അതേപോലെ ബി എക്സ് ആണെന്നുണ്ടെങ്കിലും 0ലേക്ക് തന്നെയാണ് ടെൻഡ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ എക്സിന് പകരം എ എക്സ് എന്നും ബി എക്സ് എന്നും കൊടുക്കാം, വ്യത്യാസമില്ല. അപ്പോൾ നമ്മൾ ഈ ലിമിറ്റ് ഒന്ന് മാറ്റി കൊടുക്കുക. ലിമിറ്റ് എ എക്സ് ടെൻസ് ടു 0, ന്യൂമറേറ്റർ സൈൻ എ എക്സ് ഡിവൈഡഡ് ബൈ എ എക്സ് ഡിവൈഡഡ് ബൈ ലിമിറ്റ് താഴെ ഡിനോമിനേറ്ററിൽ കൊടുക്കുമ്പോൾ ബി എക്സ് ടെൻസ് ടു 0 എന്ന് കൊടുക്കുക. സൈൻ ബി എക്സ് ഡിവൈഡഡ് ബൈ ബി എക്സ്. ഇപ്പം നമ്മുടെ മുകളിൽ പറഞ്ഞിട്ടുള്ള തിയറത്തിൻ്റെ അതേ ഫോമിലായി ഇൻറ്റു എ ബൈ ബി. ഇപ്പം നമുക്ക് ഈ എ ബൈ ബിക്ക് ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്കത് എന്ത് ചെയ്യാം, എ ബൈ ബിനെ നമുക്ക് ലിമിറ്റിൻ്റെ പുറത്തേക്ക് എടുത്തെഴുതാം. അപ്പം നമുക്കിവിടെ ആദ്യം തന്നെ എഴുതാം എ ബൈ ബി ഇൻറ്റു ലിമിറ്റ് എ എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് ബൈ എ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ ലിമിറ്റ് ബി എക്സ് ടെൻസ് ടു 0 സൈൻ ബി എക്സ് ബൈ ബി എക്സ് എന്ന് കിട്ടി. ഈ ന്യൂമറേറ്റർക്ക് എടുക്കുന്നത് ഇപ്പം നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ഇക്വേഷൻ്റെ ഫോമിലായതുകൊണ്ട് ആൻസർ എന്തായിരിക്കും, 1 ആയിരിക്കും. അതുപോലെ ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് എ ബൈ ബി ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ നമുക്ക് എ ബൈ ബി തന്നെ ആൻസർ കിട്ടും. ഇനി ഇതേ ക്വസ്റ്റ്യൻ്റെ അതേ ഫോർമാറ്റിൽ തന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. ഈ ക്വസ്റ്റ്യനും ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 4x ഡിവൈഡഡ് ബൈ സൈൻ 2x. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇതേ ഫോർമാറ്റിലാണ് എടുക്കുന്നത്. എയുടെ പ്ലേസിൽ 4 എന്നും അതുപോലെ ബിയുടെ പ്ലേസിൽ 2 എന്നാണ്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫോമിലാണെന്നുണ്ടെങ്കിൽ സൈൻ എ എക്സ് ബൈ സൈൻ ബി എക്സ് എന്നാണെങ്കിൽ എ ബൈ ബി എന്നാണ് ആൻസർ വരിക. അതായത് എ ബൈ ബി എന്ന് പറയുമ്പോൾ 4/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന ആൻസർ കിട്ടും. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ആണെങ്കിൽ ഇതേ രീതിയിൽ സ്റ്റെപ്പൊക്കെ എഴുതിയിട്ട് കണ്ടുപിടിക്കുക. 1 മാർക്കിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആൻസർ മാത്രം ഇതേപോലെ ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് എഴുതിയാൽ മതി. ഈ ചാപ്റ്ററിൽ നിന്ന് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇനിയും ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമാണ് ഇതിൽ പറഞ്ഞത്. ഇനി ഇതിൽ തന്നെ വരുന്ന ഡെറിവേറ്റീവ്സ് ഉണ്ട്, അത് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. കഴിയുമെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെയുള്ള കൂടുതൽ മാത്സ് വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്